ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിൽ തനിക്ക് ചിലതൊക്കെ അറിയാമെന്ന് ബെല്ലാരിയിൽ സ്വർണം കണ്ടെത്തിയ ജുവലറിയുടെ ഉടമ ഗോവർദ്ധൻ ന്യൂസ് 18നോട്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കുമെന്നും ഗോവർദ്ധൻ പറഞ്ഞു. Actually, I am a donor for Shabarimala for main Sri Kovil door, sir. From past 30-35 years, I am going for visiting Shabarimala. I am an Ayyappa devotee. By wholeheartedly, I am a Ayyappa devotee. This is the thing, sir. SIT called me for the taking a statement regarding this one. So I gave the statement in Trivandrum in SIT office last week, and yesterday also they came to Bellary. They investigated. They took some documents. I fully supported for them. This is the main thing. I fully supported it because this matter is in the court. Right now I can't tell anything. More details I can't tell. I fully supported for the SIT. My wholeheartedly I am telling that I have not done anything wrong. I will never do wrong things. They asked so many things regarding the Dwarapalaka and what information I have provided all the information with documents I have provided to SIT. Today this case is in SIT and it is in the court, but I am not supposed to tell more details regarding this one. I think next week or in another 15 days, all the reports the investigation will be completed and all the reports will be submitted in the court, sir. From past 35 years, I am Ayyappa. My Ayyappa, my shop, my house. This is my life. My shop, my house, and Ayyappa. This is my life. This was my lifetime opportunity. I thought that this from so many crore people go to Ayyappa Darshan. So many crore people are there for Ayyappa devotees. Among them, Ayyappa selected me to do this work. So I thought like that, and I have donated the door. Not only door, sir. From past 35 years, every year, whatever I get opportunity, we have done so many donations. Door is a single one, sir. Apart from this, I have done so many things. All the details with documents, everything with photographs, everything I have provided to SIT. ന്യൂസ് 18ന്റെ ബെല്ലാരി റിപ്പോർട്ടർ ബസവരാജിനോടാണ് ഗോവർദ്ധൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗോവർദ്ധൻ SITയുടെ അന്വേഷണ പരിധിയിലായിരുന്നു. ഗോവർദ്ധൻ തന്നെ പറയുന്നുണ്ട് SIT തന്നെ ചോദ്യം ചെയ്തിരുന്നു, തൻ്റെ പക്കൽ നിന്ന് മൊഴിയെടുത്തിരുന്നു എന്നാണ്. പക്ഷേ ഇതേക്കുറിച്ച് കുറേ കാര്യങ്ങൾ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളെക്കുറിച്ചും വാതിൽപ്പടികളെക്കുറിച്ചുമൊക്കെ തനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷേ കോടതിയുടെ പരിഗണനയിലാണല്ലോ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഗോവർദ്ധൻ ഒരു അയ്യപ്പ വിശ്വാസിയാണ്, അത് അദ്ദേഹം പറയുന്നുമുണ്ട്. ഒരുപാട് സംഭാവനകൾ ശബരിമലയിലെ പല കാര്യങ്ങൾക്കും, അത് പ്രത്യേകിച്ച് ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഇതിനുവേണ്ടി താൻ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സ്വർണം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഗോവർദ്ധൻ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഗോവർദ്ധൻ്റെ പക്കൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റത് ഗോവർദ്ധനാണ്. ഇക്കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജുവലറിയിലും ബംഗളൂരു ശ്രീറാംപുരയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും SIT റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഗോവർദ്ധൻ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം ഇങ്ങോട്ട് ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി സ്വർണം നൽകിയിട്ടുണ്ട് എന്നാണല്ലോ. പക്ഷേ അതേസമയം തന്നെ സ്വർണ്ണപ്പാളികളിലെ സ്വർണം, അത് ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് കാണാതായ മുഴുവൻ സ്വർണവുമല്ല, അതിൽ ഒരു ഭാഗം ഗോവർദ്ധന് വിറ്റിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം ഏത് ദിശയിലാണ് പോകുന്നത്? പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് എത്തി SITയുടെ ചോദ്യം ചെയ്യലിന് ഒരു തവണ ഹാജരായതിന് പിന്നാലെയാണ് ഇന്നലെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ്റെ പേരിലുള്ള ജുവലറിയിൽ പരിശോധന നടത്തിയ SIT അവിടെ നിന്ന് 400 ഗ്രാമിലധികം സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ ഈ സ്വർണം കൈമാറിയത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിനുശേഷം ഇത് എന്ത് ചെയ്തു? ഇത് മറ്റാർക്കെങ്കിലും മറച്ചു വിറ്റോ അതോ അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഗോവർദ്ധനൻ ന്യൂസ് 18നോട് അടക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രതികരണം കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി എല്ലാ വർഷവും അയ്യപ്പ ദർശനത്തിന് ശബരിമലയിൽ എത്താറുണ്ട്. ശബരിമലയ്ക്ക് വേണ്ടി തന്നാലാവുന്ന പല കാര്യങ്ങളും താൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല, അത് തനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ അദ്ദേഹം ഇതിനോടകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായതിനാൽ അതുമായി ബന്ധപ്പെട്ട പരസ്യമായൊരു പ്രതികരണത്തിനില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരോടും അന്വേഷണത്തോടും പൂർണ്ണമായി സഹകരിക്കുമെന്ന് കൂടിയാണ് അദ്ദേഹം
പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ SIT സ്വർണം പിടിച്ചെടുത്തതിന് പിന്നാലെ ഗോവർദ്ധൻ ആദ്യമായി ഒരു മലയാള മാധ്യമത്തോട് നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണമായി തന്നെ ഇപ്പോൾ നമ്മളോട് നടത്തിയിരിക്കുന്ന ഈ പ്രതികരണത്തെ നമുക്ക് കാണേണ്ടതുണ്ട്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഏത് ദിശയിലായിരിക്കും SITയുടെ അന്വേഷണം ഗോവർദ്ധനെ കേന്ദ്രീകരിച്ച് നടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് തട്ടിപ്പാണ് അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് അപഹരിച്ച സ്വർണ്ണമാണ്, മോഷ്ടിച്ച സ്വർണ്ണമാണ് ഇതെന്ന് മനസ്സിലാക്കിയാണോ ഇത് ഗോവർദ്ധൻ കൈപ്പറ്റിയത് എന്ന് കണ്ടെത്തുകയാണ് ആദ്യത്തെ വെല്ലുവിളി. അത് തിരിച്ചും സംഭവിച്ചിട്ടുണ്ടല്ലോ ഡാൻ. ഇപ്പോൾ ഗോവർദ്ധൻ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം കുറേയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, അതായത് സ്വർണം നൽകിയിട്ടുണ്ട് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. വലിയൊരു അയ്യപ്പ ഭക്തനാണ് താൻ. ശബരിമലയ്ക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യാനും തയ്യാറാണ്, അയ്യപ്പന് വേണ്ടി എന്ത് കാര്യം ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ ഗോവർദ്ധൻ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലയിൽ വീണ ഒരാളാകാനും സാധ്യതയുണ്ടല്ലോ. ഒരുപാട് ആളുകളിൽ നിന്ന് ഈ സ്പോൺസർഷിപ്പ് രൂപത്തിൽ സ്വർണം കൈപ്പറ്റി ഈ ഭക്തിയുടെ പേരിൽ, അതും ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത കാര്യമാണല്ലോ. അതായത് അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു കാര്യം, അതായത് ഈ ഗോവർദ്ധനെ ഉൾപ്പെടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റിച്ചിട്ടുണ്ട്, കബളിപ്പിച്ചിട്ടുണ്ട് എന്ന സൂചന നൽകുന്ന മൊഴി ഗോവർദ്ധനൻ അന്വേഷണ സംഘത്തിന് നൽകിയതായിട്ടാണ് സൂചന. പക്ഷേ അപ്പോഴും പിന്നെ എന്തുകൊണ്ട് ഈ കബളിപ്പിക്കപ്പെട്ട ആളുമായുള്ള സൗഹൃദം തുടർന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു അവ്യക്തത തുടരുന്നത്. ഗോവർദ്ധന്റെ ബൈറ്റ് ഒരു തവണ കൂടി കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല. കോടതിയിലാണല്ലോ, അന്വേഷണത്തിലാണല്ലോ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. ബെല്ലാരിയിലാണ് ഗോവർദ്ധൻ. അവിടെ ന്യൂസ് 18 റിപ്പോർട്ടർ ബസവരാജാണ് ഗോവർദ്ധനുമായിട്ട് സംസാരിച്ചത്. ഗോവർദ്ധൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി വാർത്തകളിൽ ഉള്ള ആളാണ്. SIT ഗോവർദ്ധനെ ചോദ്യം ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ളയാൾ ഗോവർദ്ധൻ അവിടുത്തെ ഒരു ജുവലറി ഉടമയാണ്. ഗോവർദ്ധന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി. Actually, I am a donor for Shabrimala for main Sri Kovil door, sir. From past 30-35 years, I am going for visiting Shabrimala. I am an Ayyappa devotee. By wholeheartedly, I am a Ayyappa devotee. This is the thing, sir. SIT called me for taking a statement regarding this one. So I gave the statement in Trivandrum in SIT office last week, and yesterday also they came to Bellary. They investigated. They took some documents. I fully supported for them. This is the main thing. I fully supported it because this matter is in the court. Right now I can't tell anything. More details I can't tell. I fully supported for the SIT. My wholeheartedly I am telling that I have not done anything wrong. I will never do wrong things. They asked so many things regarding the Dwarapalaka and what information I have provided all the information with documents I have provided to SIT. Due to this case is in SIT and it is in the court, but I am not supposed to tell more details regarding this one. I think next week or in another 15 days, all the reports the investigation will be completed and all the reports will be submitted in the court, sir. From past 35 years, I am Ayyappa. My Ayyappa, my shop, my house. This is my life. My shop, my house, and Ayyappa. This is my life. This was my lifetime opportunity. I thought that this from so many crore people go to Ayyappa Darshan. So many crore people are there for Ayyappa devotees. Among them, Ayyappa selected me to do this work. To do this work. So I thought like that and I have donated the door. Not only door, sir, from past 35 years, every year, whatever I get opportunity, we have done so many donations. Door is a single one, sir. Apart from this, I have done so many things. All the details with documents, everything with photographs, everything I have provided to SIT.